എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, മുൻപത്തെ ജനങ്ങളുടെ സമരവും വഖഫ് വിഷയത്തിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ എന്ത് ചലനാണ് കിട്ടുക? കഴിഞ്ഞാൽ മുൻപത്തെ ജനങ്ങളുടെ സമരവും പിന്നെ വകുപ്പ് ബില്ല് ആ വിഷയത്തിൽ അത് കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചലനം ഉണ്ടാക്കുക അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് UDF, LDF, BJP ആർക്ക് അനുകൂലമാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് പോയിന്റ്. അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഈ അറ്റം തൊട്ട് അറ്റം വരെ ഉള്ള ഇതിൽ എറണാകുളം, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളാണ് അത് ബാധിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഈ തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ ജില്ലകളിലെ 66 നിയമസഭാ മണ്ഡലങ്ങളുള്ളത്. ഈ 66 നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാവുന്ന ഒരു വിഷയമായിട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ട് ഇപ്പം നിലവിൽ LDF തുടർഭരണം മൂന്നാമതും വീണ്ടും LDFൻ്റെ ഭരണം വരാമെന്നുള്ളൊരു ട്രെൻഡ് നിലനിൽക്കുന്ന സമയത്ത് ഈ വകുപ്പ് വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കൂടുതലായിട്ട് BJPക്ക് കുറേ ഗുണങ്ങളുണ്ടാവാനുള്ള സാധ്യത വളരെയധികം. അതോടൊപ്പം തന്നെ UDFൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് വളരെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം. ആ സാഹചര്യം തന്നെ വീണ്ടും LDFന് അനുകൂലമായി വരാനുള്ളൊരു ചാൻസും തള്ളിക്കളയാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ മുന്നിൽ നിൽക്കുന്ന BJP എത്രമാത്രം ഈ വിഷയവും, കാരണം നിലവിൽ BJPയുടെ അടിസ്ഥാന ബേസോട്ട് വെച്ചിട്ട് ഈ വകുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയുള്ളതുകൊണ്ട് പല മണ്ഡലങ്ങളിലും BJPക്ക് ഒരു പക്ഷേ ഒരു 5000 മുതൽ 10000 വോട്ടുകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സാധ്യത ഉള്ളതുകൊണ്ട് ഈ വോട്ട് അത് UDFൻ്റെ വോട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ അല്ല LDFൻ്റെ വോട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റും. എങ്കിലും പ്രഥമ ദൃഷ്ട UDFന് വളരെ നഷ്ടക്കച്ചവടമായിരുന്ന അവസ്ഥയാണ് നമുക്കിത് പറയാൻ പറ്റുന്നത്. കാരണം തൃശ്ശൂർ മുതൽ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ തന്നെ നോക്കിയപ്പോൾ നമ്മൾ തൃശ്ശൂർ, കൊല്ലൂർ, പുതുക്കാട്, മണലൂർ പോലെയുള്ള ഇരിഞ്ഞാലക്കുട പോലെയുള്ള മണ്ഡലങ്ങൾ, അതിൽ എറണാകുളത്ത് തന്നെ നമ്മൾ കൊച്ചി, വൈപ്പിംഗ്, നമ്മുടെ കളമശ്ശേരി പോലെയുള്ള മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ ജില്ലകളിലൊക്കെ 1-2 മണ്ഡലങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഏതൊക്കെ തരത്തിൽ UDFൻ്റെ വോട്ടിൽ ഒരു വിള്ളലുണ്ടാക്കുകയോ അതല്ലെങ്കിൽ UDFിലേക്ക് ചെയ്യേണ്ട വോട്ടുകൾ ചെയ്യപ്പെടാതിരിക്കാനുള്ള സാധ്യതകൾ വളരെയധികം. ആ ഒരു സാഹചര്യം ഈ വോട്ടുകൾ മുഴുവൻ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ LDFൻ്റെ നിലവിലുള്ള വോട്ടുകൾ LDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ കാര്യമായിട്ട് കുറവ് വരാതെ പിടിച്ചു നിർത്താൻ സാധിക്കുകയാണെങ്കിൽ LDFന് ഉറപ്പായിട്ട് തുടർഭരണം കിട്ടുന്ന അവസ്ഥയാണ് സംഭവം. കാരണം BJP കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ജില്ലകളിൽ BJP ശക്തമായ മത്സരം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ LDFൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് BJP കുറേ വോട്ടുകൾ പിടിക്കും. UDFൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് BJP വോട്ട് ബാങ്ക് രണ്ടും ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഒരു പക്ഷേ നിലവിൽ ഒരു തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ അതുപോലെ ആലപ്പുഴ ജില്ലകളിലൊക്കെ ആയിട്ട് വളരെ അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി, അതുപോലെ കോട്ടയം, കടുത്തിരുത്തി പോലെയുള്ള പൂഞ്ഞാറ് പോലെയുള്ള സ്ഥലങ്ങളിൽ വരെ ഒരു പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാണ്. അപ്പോൾ ഇതിനൊക്കെ തടയിടാനായിട്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കഴിയുന്ന ഏക പാർട്ടിയും മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, UDFൻ്റെ നട്ടെല്ലാണ്. അവർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ നേതൃത്വമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ പറയുക, കോൺഗ്രസിനേക്കാളും ഉപരിയായിട്ട് മുസ്ലിം ലീഗിന് എന്തെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തെ തണുപ്പിക്കാനോ സോൾവ് ചെയ്യാനോ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ UDFന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വയ്ക്കുള്ളൂ. അതെല്ലാം തന്നെ UDFന് യാതൊരു പ്രതീക്ഷിക്കാൻ വയ്ക്കില്ലാത്ത അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ LDF തന്നെ വീണ്ടും ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ BJP വളരെയധികം വോട്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യം തള്ളുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ LDFനും UDFനും BJPക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സാധ്യത ഇല്ലാത്ത രീതിയിൽ ഒരു ത്രികോണ എന്താ പറയുക, 3 LDFനും UDFനും
എന്താ പറയുക, ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം കൂടി സംജാതമാകുന്ന സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത്, പത്തനംതിട്ടയിൽ, ആലപ്പുഴ, അതുപോലെ കൊല്ലം, തൃശ്ശൂർ പോലെയുള്ള ജില്ലകളിൽ ശരിക്കും LDFിൻ്റെ വോട്ടുകൾ കണ്ടമാനം BJP പിടിച്ചെടുക്കാനുള്ള സാഹചര്യം നിലവിലത്തെ അവസ്ഥയിലില്ല. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളും കൂടി BJPയിൽ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ LDFിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളും UDFിൻ്റെ വോട്ടുകളും ഒരുപക്ഷെ BJPയിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എന്തായാലും മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്, പ്രധാനമാണ്. കാരണം കോൺഗ്രസിനേക്കാൾ ഉപരിയായിട്ട് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ എന്ത് തരം നിലപാടെടുക്കുന്നുള്ളത് കേരളം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ.